ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്ത കുറുവ സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്ന രണ്ടുപേരുടെ ചോദ്യം ചെയ്യൽ ആലപ്പുഴയിൽ പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ ഒരാൾ പ്രതിയാണെന്നും മറ്റൊരാൾ പ്രതിയല്ല എന്ന വ്യക്തമാക്കലുകൾ സ്ഥിരീകരണങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അല്പസമയം മുൻപാണ് വന്നത്. ഇപ്പോൾ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് എത്തുന്നു. നേരത്തെ മണ്ണഞ്ചേരിയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ പ്രതിയല്ല എന്നിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ച ആളുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു. നേരിയ പ്രതിഷേധമൊക്കെയും അവിടെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതി സന്തോഷ്, ഇയാൾ നീണ്ട കേസുകളിൽ ഏതാണ്ട് 18-ലധികം കേസുകളിൽ തമിഴ്നാട്ടിൽ പ്രതിയാണ്. ഒപ്പം തന്നെ ഈ മോഷണ മുതലുകൾ ഇയാളിൽ നിന്ന് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഷാജഹാൻ, ഡിവൈഎസ്പിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. മോഷണ മുതലുകൾ അടക്കം ഇപ്പോൾ ഈ സന്തോഷിൽ നിന്നും പിടിച്ചെടുക്കാനായിട്ടുണ്ട്. കാവ്യ, ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ പ്രതിയാണ്, അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അവരെ അല്പസമയത്തിനുള്ളിൽ ഇവരെ ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ കേസിൽ യഥാർത്ഥ പ്രതി സന്തോഷ് സെൽവമാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഏതാണ്ട് 12ഓളം വരുന്ന സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരാണ് കേരളത്തിൽ മോഷണ മുതലുകൾ കുറച്ചൊക്കെ പോലീസിൻ്റെ പക്കൽ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സ്വർണ്ണങ്ങൾ, ആഭരണങ്ങൾ നഷ്ടപ്പെട്ടവരെ കാണിക്കുകയും അത് തിരിച്ചറിയാൻ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ശ്രമം നടന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ ഇവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയ അതേ വസ്ത്രധാരണത്തിൽ ഇവരെ ഈ രാത്രിയിൽ ഈ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോവുകയും ഇവർ തന്നെയാണ് രാത്രി കാലങ്ങളിൽ എത്തിയത് എന്ന് തന്നെ സ്ഥിരീകരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ സാധിച്ചു. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങളുണ്ട്. ഏതാണ്ട് 12ഓളം വരുന്ന സംഘമാണുള്ളത്. ഇനി അവരിലേക്ക് ഉടൻ തന്നെ പോലീസിന് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. മൊത്തം ഈ തന്നെ മണ്ണഞ്ചേരി പഞ്ചായത്തിലുമായിട്ട് ഏതാണ്ട് 10-12 കേസുകളോളമുണ്ട്. അതിൽ 2ഇടങ്ങളിലാണ് കവർച്ച നടന്നിരിക്കുന്നത്. ഈ കവർച്ച നടത്തിയ സ്വർണ്ണാഭരണങ്ങളും മറ്റും വരുന്ന മണിക്കൂറുകളിൽ കണ്ടെടുക്കുന്നതിനുള്ള നടപടികളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടർന്ന് വരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഷാജഹാൻ, ഡിവൈഎസ്പി മറ്റെന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്തോഷിൻ്റെ പേരിൽ നിരവധി കേസുകളുണ്ട്. അപ്പോൾ മറ്റു കേസുകൾ എന്തൊക്കെയാണ്? ഇനിയുള്ള ഈ കേസിൻ്റെ തുടർച്ച എങ്ങനെയാണ്? നിയമ നടപടികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 18ഓളം കേസുകൾ തമിഴ്നാട്ടിൽ തന്നെ സന്തോഷ് സെൽവത്തിനുണ്ട്. മൊത്തത്തിൽ 30 കേസുകളുണ്ട് എന്ന് അദ്ദേഹം തന്നെ ായിട്ടാണ് ഡിവൈഎസ്പി പറഞ്ഞത്. ഈ സംഘത്തിൽ 12 പേരുണ്ട്. ഈ 12 പേരാണ് എത്തിയിരിക്കുന്നത്. അവർ ഈ ലാസ്റ്റ്, അതായത് ഡിസംബർ, ജനുവരി, അതോടൊപ്പം തന്നെ നവംബർ മാസങ്ങളിലാണ് സാധാരണ കേരളത്തിലെത്തുന്നത്. ഈ സമയത്തൊക്കെ തന്നെ ശബരിമല ക്ഷേത്ര ദർശനമായതുകൊണ്ട് തന്നെ പോലീസിനും കൂടുതൽ പരിശോധന നടത്താൻ സാധിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ കുണ്ടന്നൂർ പാലത്തിന് താഴ്ഭാഗത്താണ്, അതിൻ്റെ താഴത്തായിട്ടാണ് ഇവർ താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇവരെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും അതോടൊപ്പം തന്നെ അല്പസമയം മുൻപ് സന്തോഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. സന്തോഷിനോടൊപ്പം തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ മണികണ്ഠൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ പോലീസ് പറയുന്നത്. എന്തായാലും 12 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ കുറുവ സംഘം കേരളത്തിലെത്തിയിരിക്കുന്നത്. അതിലൊരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി കൂടുതൽ പേരെക്കുറിച്ച്, അതായത് 3-4 പേരെക്കുറിച്ച് കൂടി പോലീസിന് കൃത്യമായ വിവരങ്ങളുണ്ട്. അവരുടെ അറസ്റ്റിലേക്കും വരുന്ന ദിവസങ്ങളിൽ പോകും. എന്തായാലും ഈ നാട്ടിലും അതോടൊപ്പം തന്നെ പരിസരങ്ങളിലുമൊക്കെ തന്നെ ജനങ്ങൾക്ക് ഭീതി പരത്തി നടന്നിരുന്ന കുറുവ സംഘത്തെ പോലീസിന് പിടികൂടാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ സന്തോഷിനൊപ്പം തന്നെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാളെ കൂടി പോലീസ് പിടികൂടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രതി അല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ഡിവൈഎസ്പി. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? കാരണം നേരത്തെ മണികണ്ഠൻ്റെ കുടുംബങ്ങളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധത്തിനായി വന്നിരുന്നു. തെളിവുകളാണ് പ്രധാനമായിട്ടും ഈ പോലീസിന് വഴിത്തിരിവായത്. കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് 1-2 പേർ ഇവരെ തിരിച്ചറിഞ്ഞിരുന്നു, ഇവരെ നേരിട്ട് കണ്ടിരുന്നു. അവരിൽ നിന്നും മൊഴികൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ളൊരു സഹായം ലഭിച്ചതായിട്ടാണ് ഇവർ പറയുന്നത്. അവരിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാമാക്ഷിപുരത്തും മറ്റും തമ്പടിച്ചിരുന്ന ഈ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം നടത്തി. അവിടെ പോലീസിൻ്റെ 2-3 സ്ക്വാഡുകൾ തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിയിരുന്നു. ഇതിനോടകം തന്നെ അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇത്തരം വിവരങ്ങളൊക്കെ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ പോലീസിന് വ്യക്തമാകുകയും അതോടൊപ്പം തന്നെ ഈ സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് അറസ്റ്റ് അടക്കം
നടപടികളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോലീസിന് സാധിച്ചത്. എന്തായാലും ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള അവരെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 12ഓളം വരെ സംഘമാണുള്ളത്. അതിൽ ഇനിയും കുറച്ച് പേരെ കൂടി പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരെ കൂടി ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തലവനായിട്ടുള്ള DYSP പറയുന്നത്. ഷാജഹാൻ, ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരെ പറ്റി എന്തെങ്കിലും ഒരു രീതിയിലുള്ള തെളിവുകളോ മറ്റെന്തെങ്കിലും ഈ സന്തോഷിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ പ്രതികളെ പറ്റി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ടായിരുന്നോ? അന്വേഷണ സംഘത്തലവൻ പറയുന്നതനുസരിച്ച് ഈ കേസിൽ 3 പേരെ കൂടി പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരെയും അടുത്ത ദിവസങ്ങളിൽ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് വെക്കുന്നത്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കുകയില്ല. കാര്യം അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ പോലീസിന് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട കേസുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളുമായിട്ട് പോലീസിന് പങ്കുവയ്ക്കാൻ സാധിക്കില്ല. പക്ഷേ നിലവിൽ ഈ 2 പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിൽ ഒരാൾ ഇതിൽ പ്രതി തന്നെയാണ്. കുറുവാ സംഘത്തിൽപ്പെട്ടയാളാണ്. 30ഓളം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ മണികണ്ഠൻ എന്ന് പറയുന്നത് സന്തോഷിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിക്ക് എത്രത്തോളം പങ്കുണ്ട്, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് പോലീസിന് കണ്ടെത്താനുള്ളത്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു പങ്ക് മണികണ്ഠൻ ഈ കേസിലില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നമ്മോട് പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ അയാളുടെ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം എടുക്കില്ല. പക്ഷേ എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് സെൽവത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് DYSP മധുബാബു പറയുന്നത്. ശരി ഷാജഹാൻ, ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്ത കുറുവാ സംഘത്തിൽപ്പെട്ടവരെന്ന് നേരത്തെ തന്നെ സംശയം എന്ന രീതിയിൽ പറഞ്ഞെങ്കിലും അതിൽ ഒരാളെ ഇപ്പോൾ സ്ഥിതി ചെയ്തിരിക്കുകയാണ്. മോഷണ സംഘത്തിലെ പ്രതിയാണെന്ന രീതിക്ക് സ്ഥിരീകരിക്കുകയാണ്. അതിൽ സന്തോഷ് എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സന്തോഷിന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ച വസ്തുക്കൾ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ കുറുവാ സംഘത്തിൽ ഇനിയും കൂടുതൽ പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഷാജഹാനാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.